രജനീയതിലടിയാനെ നീ സുഖമായി കാത്ത കൃപയ്ക്കായി ഭജനീയമ തിരുനാമത്തിൽ ആനന്ദം സ്തുതി മഹത്വം അതിരാവിലെ തിരുസന്നിധി അണയുന്നൊരു സമയേ ആദിയായി നിന്നെ സ്തുതിപ്പാൻ കൃപ അരുളുക യേശു പരമേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 26-ാം സങ്കീർത്തനം 1-ാം വാക്യം. യഹോവേ, എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു. ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നു. തൻ്റെ നിഷ്കളങ്കതയെ അംഗീകരിച്ച് ന്യായം പാലിച്ചു കൊടുക്കുന്നതിന് ദാവീദ് ദൈവസന്നിധിയിൽ കഴിക്കുന്ന അപേക്ഷയാണിത്. അനീതിപരമായി മറ്റുള്ളവർ തന്നെ അപമാനിച്ചപ്പോൾ ദാവീദ് ദൈവിക മധ്യസ്ഥത കോടതിയിൽ തൻ്റെ പരാതി ബോധിപ്പിക്കുന്നു. ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു. കിരീടം നേടുവാനോ അത് പിടിച്ചെടുക്കുവാനോ യാതൊരു കപടമാർഗവും ദാവീദ് സ്വീകരിച്ചില്ല. ശൗലിനോടും കുടുംബത്തോടുമുള്ള ബന്ധത്തിൽ നല്ല നിലയിലാണ് ദാവീദ് പ്രവർത്തിച്ചത്. ഉടമ്പടിയുടെ ദൈവം തൻ്റെ രാജ്യത്വം തനിക്ക് ഉറപ്പിച്ചു നൽകുമെന്ന് അറിഞ്ഞുകൊണ്ട് ശത്രുവായ ശൗലിനെ കൊല്ലുവാനോ തൻ്റെ പടയാളികളെ കൊണ്ട് കൊല്ലിക്കുവാനോ ദാവീദ് ശ്രമിക്കുന്നില്ല. വിശ്വാസം ദൈവത്തിനു വേണ്ടിയും ദൈവത്തിൻ്റെ വഴികളിലും പ്രവർത്തിക്കും. പ്രിയ സ്നേഹിതരെ, ദാവീദിനെ പോലെ നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു. ഞാൻ ഇളകാതെ നിന്നിൽ ആശ്രയിക്കുന്നു. അതുകൊണ്ട് യഹോവേ, നീ എനിക്ക് ന്യായം പാലിച്ച് തരയണമേ. പ്രാർത്ഥിക്കാം. കർത്താവേ, ദിനംപ്രതി നിന്നിൽ ആശ്രയം കണ്ടെത്തി നിഷ്കളങ്കതയിൽ നടപ്പാൻ എന്നെ ഒരുക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.